ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് കുടുംബശ്രീ വീടാണ്. എല്ലായിടത്തും പപ്പിയെ തിരയുന്നുണ്ടെങ്കിലും എവിടെയും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാരെല്ലാം തിരികെ വരുമ്പോൾ ചന്ദ്രബോസ് ശാലിനിയോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഇറങ്ങാനൊരുങ്ങുന്നു. അല്ല, താൻ ആ ഹോട്ടലിൽ നോക്കിയായിരുന്നു എന്ന് ചന്ദ്രബോസ് ചോദിച്ചിട്ട് തൻ്റെ പോലീസുകാരെ അങ്ങോട്ടേക്ക് വിടുകയാണ്. അതേസമയം അവിടെ ഒരു ചെമ്പിൻ്റെ അകത്ത് പപ്പിയെ ഒളിപ്പിച്ചിരുത്തിയിരിക്കുകയാണ് ശാന്ത. അങ്ങനെ അവിടുന്ന് അവർ പപ്പിയെ കാണാതെ തിരികെ വരുമ്പോൾ ശാലിനിയും ഗോപാലകൃഷ്ണനും ചന്ദ്രബോസിന് കണക്കിന് കൊടുക്കുകയാണ്. അപ്പോഴാണ് ഒരു ലേഡി കോൺസ്റ്റബിള് പപ്പിയുടെ ബാഗുമായിട്ട് പുറത്തേക്ക് വരുന്നത്. അത് എൻ്റെ ബാഗാണെന്ന് സത്യ പറയുമ്പോൾ സത്യക്ക് കൊണ്ട് ബാഗ് കൊടുക്കുകയാണ് ചന്ദ്രബോസ്. അതേസമയം ഇത് കാണുന്ന ശാലിനിയും വിഷ്ണുവും ഞെട്ടലോടെ നിൽക്കുന്നു. തുടർന്ന് പെട്ടെന്ന് തന്നെ സത്യഭാമ ആ ബാഗ് വാങ്ങിയിട്ട് പറയുകയാണ്, സാർ, ഇത് പപ്പിയുടെ ബാഗാണ്. വിഷ്ണു നോക്കിക്കേ, ഇത് പപ്പിയുടെ അല്ലേ? ഇത് കേൾക്കുന്ന ഒരു കോൺസ്റ്റബിള് ബാഗ് തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ബുക്കിൽ പപ്പിയുടെ പേരാണ് ഉണ്ടായിരുന്നത്. ഞാൻ അപ്പോഴേ സാറിനോട് പറഞ്ഞതല്ലേ ഇവളെ മനഃപൂർവ്വം എൻ്റെ കുഞ്ഞിനെ ഒളിപ്പിച്ച് നിർത്തിയിരിക്കുകയാണെന്ന്. ശാരദേ, എന്താ ഇത്? ഈ ബാഗ് എങ്ങനെ ഇവിടെ വന്നെന്ന് ഗോപാലകൃഷ്ണൻ ചോദിക്കുമ്പോൾ ചന്ദ്രബോസ് ഗോപാലകൃഷ്ണൻ്റെ കോളറിൽ പിടിക്കുകയാണ്. താൻ എന്താണോ കൊച്ചിനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കൊച്ചിൻ്റെ മുത്തശ്ശനാണെന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നു. അതെ, ഇടുക്കിയിൽ കൊച്ചിൻ്റെ അച്ഛനാ കൊച്ചിനെ പീഡിപ്പിച്ച് കൊന്നത്. പിന്നെയല്ലേ മുത്തശ്ശൻ ഇയാളെ തൂക്കിയെടുത്ത് വണ്ടിയിലിടാൻ ചന്ദ്രബോസ് പറയുമ്പോൾ നിങ്ങളിതൊക്കെ എന്താ ഈ കാണിക്കുന്നതെന്ന് ശാരദാമ്മ ചോദിക്കുന്നു. തുടർന്ന് ചന്ദ്രബോസ് ശാലിനിയുടെ അടുത്ത് പറയുകയാണ്, മേഡം, തെളിവെല്ലാം മേഡത്തിനെതിരാണ്. മേഡത്തിനെയും ഞങ്ങൾക്ക് സ്റ്റേഷൻ വരെ കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ എങ്ങനാ, നമുക്ക് പോയാലോ? ഇതിലൊന്നും എനിക്കൊരു പങ്കുമില്ലെന്ന് ശാലിനി പറയുമ്പോൾ അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം മേഡം, വണ്ടിയിൽ കയറാൻ ചന്ദ്രബോസ് പറയുന്നു. ഇത് കേൾക്കുന്ന സത്യഭാമ മനസ്സിൽ പറയുകയാണ്, ഈ ഒരു കാഴ്ച കാണാൻ ഞാൻ എത്ര നാളായി കാത്തിരിക്കുന്നു. അങ്ങനെ നിന്റെ ജോലിയും ഇന്നത്തോടെ പോകും. നിനക്കന്നിട്ട് കുടുംബശ്രീയിൽ ശാരദയുടെ കൂടെ നിന്ന് ചായ അടിക്കാം. മേഡം, വണ്ടിയിലേക്ക് കയറാൻ ലേഡി കോൺസ്റ്റബിൾ പറയുമ്പോൾ ശാലിനി വണ്ടിയിലേക്ക് കയറാൻ ഒരുങ്ങുകയാണ്. അതേസമയം സത്യയുടെ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് പപ്പി പുറത്തേക്ക് വരുന്നു. പപ്പി ഓടി വന്ന് ശാലിനിയെ കെട്ടിപ്പിടിക്കുമ്പോൾ മോളെ, എവിടെയായിരുന്നു? ഞങ്ങളെയൊക്കെ എന്തിനാ ഇങ്ങനെ വിഷമിപ്പിച്ചതെന്ന് ശാലിനി ചോദിക്കുന്നു. അതേസമയം വിഷ്ണുവും ഇത് തന്നെ ചോദിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെന്ന് പപ്പി പറയുകയാണ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്തത്. വിഷ്ണു അച്ഛൻ്റെ കല്യാണം മുടങ്ങാൻ വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്തത്. വിഷ്ണു അച്ഛൻ്റെ കല്യാണം മുടങ്ങിയാൽ വിഷ്ണു അച്ഛൻ ചേച്ചിയമ്മയെ കല്യാണം കഴിക്കുമല്ലോ, അതിനുവേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്തത്. മോളെന്ന ഒരു കാര്യം ചെയ്, ഇതൊക്കെ ദേ ഈ നിൽക്കുന്ന പോലീസിനോട് പറഞ്ഞേക്കാൻ പറയുമ്പോൾ പപ്പി ചന്ദ്രബോസിനോട് ഇവിടെ നിൽക്കുന്ന ആർക്കും എന്നെ കാണാതായതുമായി ഒരു ബന്ധവുമില്ലെന്ന് പറയുകയാണ്. തുടർന്ന് ശാലിനിയോട് സോറി പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോലീസുകാരെല്ലാം പോവുകയാണ്. ഇത് കാണുന്ന സത്യഭാമ നിരാശയോടെ അവിടെ നിൽക്കുന്നു. വണ്ടി വന്ന് കേരടിയെന്ന് പറഞ്ഞ് സത്യഭാമ പപ്പിയെ വലിച്ചുകൊണ്ട് പോകാൻ നോക്കുമ്പോൾ കാർത്തികാൻ്റെയും വിഷ്ണുവച്ചനും തമ്മിലുള്ള വിവാഹം നടക്കില്ലെന്ന് ഉറപ്പ് തന്നാൽ മാത്രമേ ഞാൻ വരുമെന്ന് പപ്പി വാശി പിടിക്കുന്നു. ഇത് കാണുന്ന സത്യഭാമ ദേഷ്യത്തോടെ പപ്പിയും വലിച്ച് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് സത്യ അകത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ സത്യയെ പിടിച്ചു നിർത്തുന്ന ശാലിനിയാണ്. ഞാൻ നിന്നെ എന്താ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളതെന്ന് ശാലിനി ചോദിക്കുമ്പോൾ തല പോയാലും കള്ളം പറയരുത് എന്നാണെന്ന് സത്യ പറയുന്നു. എന്നിട്ട് നീ ഇപ്പോൾ എന്താ ചെയ്തത്? അവൾ കുഞ്ഞല്ലേ ശാലിനി, വിട്ടേക്കാൻ ഗോപാലകൃഷ്ണനും ശാരദാമ്മയും പറയുന്നുണ്ടെങ്കിലും ശാലിനി സത്യയെ വഴക്ക് പറയുകയാണ്. ഇന്ന് നീ കാരണമാണ് ഞാൻ എല്ലാവരുടെയും മുമ്പിൽ തല കുനിച്ച് നിൽക്കേണ്ടി വന്നത് എന്നൊക്കെ പറയുമ്പോൾ വിഷമത്തോടെ നിൽക്കുകയാണ് സത്യ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.